നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കറ്റാനത്ത് വൻ തീപിടുത്തം. വ്യാപാര സമുച്ചയവും ജിമ്മും കത്തിനശിച്ചു. കടകളിലേക്കും വീടുകളിലേക്കും തീ പടർന്നു. 4 ഇടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സ്കൂളിന്റെ മതിൽ തകർന്നു വീണു. അച്ചൻകോവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലാണ് തകർന്നു വീണത്. ശക്തമായ മഴയിലാണ് മതിൽ തകർന്നത്. കൗമാരക്കാരന് മദ്യം നൽകി പീഡനം. യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ഇടയം സ്വദേശി മണികണ്ഠനാണ് പിടിയിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നിസ്കാര ചടങ്ങുകൾ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. കറ്റാനത്ത് വൻ തീപിടുത്തം. വ്യാപാര സമുച്ചയവും ജിമ്മും കത്തിനശിച്ചു. സമീപത്തുള്ള കടകളിലേക്കും വീടുകളിലേക്കും തീ പടർന്നു. 4 ഇടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കായംകുളം പുനലൂർ റോഡിൽ കറ്റാനം ജംഗ്ഷനിലാണ് തീപിടുത്തമുണ്ടായത്. വലിയ വീട്ടിൽ ഹോം ഷോപ്പി, ജിം, മെട്രോ ഫാൻസി, സമീപത്തുള്ള വീട് എന്നിവിടങ്ങളിലേക്കാണ് തീ ആളിപ്പടർന്നത്. ബുധനാഴ്ച രാത്രി 8ഓടെയായിരുന്നു സംഭവം. രാത്രി ഏറെ വൈകിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ പടർന്നതോടെ കടയിലും ജിമ്മിലും ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. ആളപായമില്ല. കായംകുളം, മാവേലിക്കര, കരുനാഗപ്പള്ളി, അടൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. KP റോഡരികിലെ 3 നിലകളിലുള്ള വലിയ വീട്ടിൽ വ്യാപാര സമുച്ചയത്തിൽ നിന്നാണ് ആദ്യം തീയും പുകയും ഉയർന്നത്. ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് ജിം പ്രവർത്തിച്ചിരുന്നത്. വസ്ത്രങ്ങളും ഫാൻസി സാധനങ്ങളുമുള്ള വലിയ വീട്ടിൽ ഹോം ഷോപ്പിയും ജിമ്മും പൂർണ്ണമായും കത്തിനശിച്ചു. കടയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലും കത്തിനശിച്ചിട്ടുണ്ട്. വ്യാപാര സമുച്ചയത്തിൽ നിന്നാണ് സമീപത്തുള്ള മനോജിന്റെ ഫാൻസി കടയിലേക്കും വീട്ടിലേക്കും തീ പടർന്നത്. ചുറ്റുപാടും ഒട്ടേറെ കടകളും വീടുകളും മൊബൈൽ ടവറുമുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് KP റോഡിൽ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. മൂന്നാംകുറ്റി, വെട്ടിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വള്ളികുന്നം, കുറത്തിക്കാട്, കായംകുളം, നൂറനാട് എന്നിവിടങ്ങളിൽ നിന്ന് വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സമീപ വീടുകളിലുള്ളവരെയും പാചകവാത സിലിണ്ടർ അടക്കമുള്ള കത്താൻ സാധ്യതയുള്ള വസ്തുക്കളും മാറ്റി. KSEB അധികൃതർ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. സംഭവം അറിഞ്ഞ് വൻ ജനാവലിയും തടിച്ചുകൂടിയിരുന്നു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. മന്ത്രി M. ലിജു, MS. അരുൺകുമാർ MLA എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കറ്റാനം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ ആളിനെ അഞ്ചാലുമൂട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുരീപ്പുഴ ജയന്തി ഉന്നതിയിൽ നീലവീട്ടിൽ കായൽവാരം സന്തോഷാണ് അറസ്റ്റിലായത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ കടത്തുവള്ളം കാത്തുനിന്ന പെൺകുട്ടിക്ക് നേരെയാണ് നഗ്നതാ പ്രദർശനം നടത്തിയത്. പെൺകുട്ടിയുടെ പരാതിയിൽ പോക്സോ നിയമപ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വഴിയോര കച്ചവടക്കാരിയായ വൃദ്ധയുടെ സ്വർണമാല അപഹരിച്ചു.
അഞ്ചൽ വയല സ്വദേശിനി ഓമനയുടെ മാലയാണ് അപഹരിച്ചത്. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവാണ് മാല പൊട്ടിച്ചെടുത്തത്. ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുന്നു. എനിക്ക് ഇനി ഒന്നുമില്ല, എനിക്ക് പറയാൻ എനിക്കൊന്നും. എൻ്റെ ജീവിതം മുട്ടിച്ചിട്ട് കൊണ്ടുപോയത്. അവൻ എൻ്റെ അടുത്ത് വന്ന് ലോകം പറഞ്ഞിട്ട് പോയിച്ചിട്ട് അവൻ എന്നെ ഇതും വലിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നത്. ഞാൻ ഓർത്ത് താഴെ മഴ കൊണ്ട് കയറി നിൽക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചു. ഞാൻ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. അഞ്ചൽ ചന്തമുക്കിൽ BVUP സ്കൂളിന് മുൻവശത്ത് നൈറ്റ് വ്യാപാരം നടത്തുന്ന അഞ്ചൽ വയല സ്വദേശിനി ഓമനയുടെ മാലയാണ് യുവാവ് പൊട്ടിച്ചെടുത്തത്. 18 ഗ്രാം തുറന്ന് അവൻ കൊണ്ടുപോയത് എൻ്റെ കഴിച്ചേണ്ട വലിച്ചു വരച്ച് കൊണ്ടുപോയത്. എനിക്ക് ആകെപ്പാടെ അറിയുള്ളൂ. ഇനി എനിക്കൊരു പണവണ പോലും എനിക്ക് മേടിക്കാനുള്ള നിവൃത്തി എനിക്ക് ഇല്ല. അത് അവൻ കൊണ്ടുപോയി അവന് കണക്കിലാകുമല്ലോ. ഞാൻ ഈ പള്ളിയുടെ മുന്നിൽ എനിക്കതേ ഉള്ളുകാരെ പറയാം. ഇനി ഞാൻ എന്തോ പറയാൻ എനിക്ക് അന്നേരം തൊട്ട് എൻ്റെ മനസ്സിൻ്റെ അകത്ത് എനിക്കില്ല. എനിക്ക് ഞാൻ നനഞ്ഞും കുതിർന്നും ഭാര്യയാണ് ഞാൻ തന്നത്. എനിക്ക് നടക്കാൻ പോലും എനിക്ക് ഉണ്ടായിട്ടല്ലേ ഞാൻ ഈ കച്ചവടത്തിൽ ഞാൻ പോകും. ഇതുപോലെ നമുക്ക് കക്കാൻ പറ്റുമോ? കൈയിട്ട് വരാൻ പറ്റുമോ? ഇവനെ പോലെയൊക്കെ ഉള്ളത് നല്ല യോഗ്യനായി അവൻ 4 പേരുടെ പണി ചെയ്യാവുന്നുള്ള അവനാ വന്ന് ഈ വേല കാണിച്ചിട്ട് പോയത്. അവന് എവിടെയെങ്കിലും ഇട്ടൊന്ന് എനിക്ക് പിടിച്ച് കിട്ടിയാൽ മതി. എനിക്കെന്താ പറയാ, ഞാൻ അല്ലാണ്ട് എനിക്ക് സൂക്ഷിക്കാൻ എനിക്ക് പണം ശേഖരിക്കാൻ വരുന്നതല്ല. ഞാൻ എൻ്റെ കടവും വീട്ടി എൻ്റെ കൊച്ചുങ്ങളെയും പറഞ്ഞു വിട്ട് കടങ്ങൾ വീട്ടാനായിട്ട് വന്നിരിക്കുന്നവളാണ്. അതിൽ തന്നെ ഇരിക്കാൻ സമ്മതിക്കരുത്. ഇതേ രീതിയിൽ കാരണം കൊണ്ടുപോയി അവന് ഒരു കാലത്തും അവന് കരുതിയിട്ടല്ലേ ഒരു കാലത്തും കിട്ടിയത്. ഈ മഴയും തന്നെ എൻ്റെ കാര്യം ആവുന്ന ഉണ്ടായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഉപജയം ഞാൻ ആരോടെ കൈ നീട്ടുന്നു. ഇങ്ങനെ വന്ന് നമ്മൾ കച്ചവടം ചെയ്ത് ഏതായാലും പൈസ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്ന കടവും വീട്ടാം ഇങ്ങനെ എടുക്കാമെന്നും പറഞ്ഞ് വന്നിരുന്ന സാറേ. 18 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ താലിമാലയാണ് നഷ്ടപ്പെട്ടത്. ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവാണ് മാല അപഹരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഓമനയാണ് 30 വർഷം കൊണ്ട് ഈ തുണി കച്ചവടമൊക്കെ ചെയ്ത വീട് പുലർത്തുന്ന 2 പെൺമക്കളായിരുന്നു. അവരെ രണ്ടുപേരും ഇപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. വളരെ ബുദ്ധിമുട്ട് പ്രായാധിക്യമായി ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പം അങ്ങനെ ഇതിൻ്റെ വരുമാനം കൊണ്ടൊക്കെ ജീവിക്കുന്നതായിരുന്നു. ഇപ്പം അതെല്ലാം നിന്നിരിക്കുകയാണ്. ആ വരവെല്ലാം നിന്നിരിക്കും. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു. മാസ്കും തൊപ്പിയും ധരിച്ചെത്തിയ യുവാവ് ഓമനയുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുന്നതിനിടെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്കൂളിന്റെ മതിൽ തകർന്നു വീണു. അച്ചൻകോവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലാണ് തകർന്നു വീണത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് സംഭവം. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അച്ചൻകോവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സംരക്ഷണ മതിലാണ് ഇടിഞ്ഞു വീണത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് PS സുബാൽ MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ച് നടപ്പിലാക്കിയ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച മതിലാണ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ തകർന്നത്. കോടികൾ ചെലവഴിച്ച് മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച മതിൽ ശക്തമായ മഴയിൽ തന്നെ തകർന്നടിഞ്ഞത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. മതിലിന്റെ ബാക്കി ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്നും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. സ്കൂൾ തുറന്ന് കുട്ടികൾ എത്തുന്നതിന് മുൻപ് അപകടാവസ്ഥയിലായ മതിലിന്റെ ബാക്കി ഭാഗങ്ങൾ സുരക്ഷിതമാക്കാനും തകർന്ന ഭാഗം അടിയന്തരമായി പുനർനിർമ്മിക്കാനും അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ ED നടപടികളിൽ പ്രതിഷേധിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ ED നടപടികളിൽ പ്രതിഷേധിച്ചാണ് CPIM-ന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ പ്രകടനവും യോഗവും നടന്നു. റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം AM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി S സുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SJ മോഹൻ, J മേഴ്സിക്കുട്ടിയമ്മ, MH ഷാരിയർ, ചിന്ത ജെറോം,
CITU ജില്ലാ പ്രസിഡന്റ് B തുളസീധരക്കുറുപ്പ്, K വരദരാജൻ, M വിശ്വനാഥൻ, TR ശ്രീനാഥ്, ശ്യാം മോഹൻ, പ്രസന്ന ഏണസ്റ്റ്, AK സവാദ്, G ആനന്ദൻ, V രാജേന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ മേഖലയിലിറങ്ങിയ പുലി വളർത്തുനായയെ ആക്രമിച്ചു. പത്തനാപുരം പൂങ്കുളഞ്ഞിയിലാണ് സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും പുലി ഓടിപ്പോയി. പത്തനാപുരം പൂങ്കുളഞ്ഞിയിലാണ് പുലി വളർത്തുനായയെ ആക്രമിച്ചത്. മാങ്കോട് പൂങ്കുളഞ്ഞി തടത്തിൽ വീട്ടിൽ മറിയാമ്മയുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും പുലി ഓടിപ്പോയി. കഴിഞ്ഞ മാസം മാങ്കോട് ജനവാസ മേഖലയിൽ പുലി പൂച്ചയെ ഓടിച്ചിട്ട് കൊല്ലുന്നത് വീട്ടുകാർ നേരിൽ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പൂങ്കുളഞ്ഞി ജംഗ്ഷനിൽ പുലിയുടെ കാൽപ്പാടുകളും രക്തക്കറയും കണ്ടിരുന്നു. പുലിയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൗമാരക്കാരനെ മദ്യം നൽകി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ഇടയം സ്വദേശി മണികണ്ഠനാണ് പിടിയിലായത്. ഇയാൾ നേരത്തെയും മദ്യം നൽകി കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇയാളെ റിമാൻഡ് ചെയ്തു. പതിമൂന്ന് വയസ്സുകാരന് മദ്യം നൽകി പീഡിപ്പിച്ച യുവാവിനെ അഞ്ചൽ പോലീസ് പിടികൂടി. അഞ്ചൽ ഇടയം സ്വദേശി മണികണ്ഠനാണ് പോലീസിന്റെ പിടിയിലായത്. അബോധാവസ്ഥയിൽ കണ്ടെത്തിയ കുട്ടിയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടുകാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടി പീഡന വിവരം ആശുപത്രി അധികൃതരോട് പറയുകയും ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇടയം സ്വദേശി മണികണ്ഠനെ കസ്റ്റഡിയിലെടുത്തു. മണികണ്ഠൻ നിരവധി തവണ കുട്ടിക്ക് മദ്യം നൽകിയ ശേഷം പീഡിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം കണ്ടച്ചിറ ചീപ്പ് മുതൽ ചാത്തനാംകുളം വഴി ചന്ദനത്തോപ്പിലേക്കുള്ള റോഡ് തകർന്നിട്ട് നാളുകൾ. 10 വർഷത്തിലധികമായി റോഡ് തകർന്നു കിടക്കുകയാണ്. കൊല്ലം കോർപ്പറേഷന്റെയും പനയം പെരിനാട് ഗ്രാമപഞ്ചായത്തുകളുടെയും അതിർത്തി പങ്കിടുന്ന റോഡാണിത്. കൊല്ലം കോർപ്പറേഷന്റെയും പനയം പെരിനാട് ഗ്രാമപഞ്ചായത്തുകളുടെയും അതിർത്തി പങ്കിടുന്ന റോഡാണ് കൊല്ലം കണ്ടച്ചിറ ചീപ്പ് മുതൽ ചാത്തനാംകുളം വഴി ചന്ദനത്തോപ്പ് വരെയുള്ള റോഡ്. റോഡ് തകർന്നിട്ട് 10 വർഷത്തിലധികമായി. എന്നാൽ നവീകരണത്തിന് യാതൊരു നടപടികളുമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് റോഡിന് പണം അനുവദിച്ചതായും നവീകരണ ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും പറഞ്ഞ് അളവുകൾ നടന്നിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. റോഡ് നിരന്തരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് വർക്കെടുത്ത് ചെയ്യാനുള്ള ഒരു താല്പര്യം ആരും കാണിക്കുന്നില്ല. എത്ര ആളുണ്ട്? എങ്ങനെയുണ്ട്? ഇതിപ്പം 7 വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുക. ഒരു MLA തിരിഞ്ഞു. അത് ഇത് കോർപ്പറേഷൻ, പഴയ കോർപ്പറേഷനും പഴയ പഞ്ചായത്തും കൂടാണ്. അപ്പോൾ അവർ തമ്മിലൊരു കോമ്പറ്റീഷനാണ്. ഇത് 3 കോടി അനുവദിച്ചതാണ്. അപ്പം 3 കോടി കൊണ്ട് തീരത്തില്ല. ഇലക്ഷൻ പ്രമാണിച്ച് വന്ന് നോക്കിയിട്ട് പോയി. ഇലക്ഷൻ പ്രമാണിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇതുവരെ അതിനുള്ള ഒരു പോകുമ്പോഴും ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുന്ന് ചന്ദനത്തോപ്പ് വരെയുള്ള റോഡ്, കണ്ടത്തറ ചീപ്പ് മുതൽ ചന്ദനത്തോപ്പ് വരെയുള്ള റോഡും 7 വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുക. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തകർന്ന റോഡിലൂടെ യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ റോഡിന്റെ തകർച്ച മൂലം ദുരിതം നേരിടുകയാണ്. നേരത്തെ ഇതുവഴി ബസ് റൂട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് റോഡ് തകർന്നതിനെ തുടർന്ന് നിർത്തിവെച്ചു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുസ്ഥിതി. ഇവിടുത്തെ വെള്ളക്കെട്ടാകട്ടെ അപകടങ്ങൾക്കും കാരണമാകുന്നു. പഞ്ചായത്തുകളും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കമാണ് റോഡ് നവീകരിക്കാത്തതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നൊരു അതുകൊണ്ട് വീഴാൻ പോയണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ കണ്ട സമയം തൊട്ട് ഇങ്ങനെ തന്നെ. മെനഞ്ഞാന്ന് ഒരു കൊച്ചും ഒരെണ്ണയുടെ അവിടെ വന്നു വീണു ആ ഭാഗത്ത്. ഇതെന്ന് ശരിയാവുമെന്ന് ആർക്കും അറിയത്തില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇതിലെ കൂടെ യാത്ര എന്ന് പറഞ്ഞാൽ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടച്ചിറയിൽ നിന്ന് മുറഞ്ചേരുള്ള ജംഗ്ഷൻ ആ റോഡ് കണക്ട് ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര ദുരിതം പിടിച്ചൊരു യാത്രയായിരുന്നു. റോഡെന്ന് പറയുന്നത് ഏതാണ്ട് എൻ്റെ അറിവിൽ ഒരു 4-5 വർഷത്തിൽ കൂടുതലായി ഇതേ അവസ്ഥയാണ്. ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല. ഈ റോഡിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ ഏരിയ തങ്ങളിൽ. അപ്പം ഈ റോഡ് ഇങ്ങനെ തന്നെ, ഇതിനകത്ത് ഇനി മാറാനും പോകുന്നില്ല, മാറ്റവും ഇല്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
SFIയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ ED നടപടികളിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. ഹോക്കി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ നടന്ന റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ചാണ് SFIയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. SFI കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഹോക്കി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം CPIM ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ആ റെയ്ഡ് നടത്തിയതിനു ശേഷം കോഴിക്കോട്ട് നിന്നും വീട്ടിൽ നിന്നും യാതൊരു രേഖകളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന്, ഒരു തെളിവും പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അന്വേഷണ സംഘം എഴുതി കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് അവർ തിരിച്ചുപോയത്. CPIMനെ ദുർബലപ്പെടുത്തി കടന്നാക്രമിക്കാൻ അതിൻ്റെ നേതാക്കന്മാരെ വേട്ടയാടുന്ന രീതി മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലാണ് അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ 10 മാസത്തിലധികം തടവിൽ പാർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം യാതൊരു കുറ്റവുമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായത് 2021 അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പാർട്ടിയുടെ BB അംഗത്തെയും മുൻ മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്തി കടന്നാക്രമിക്കാനുള്ള പരിശ്രമത്തിനെതിരെ അണപൊട്ടിയൊഴുകുന്ന വികാരത്തോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിഷേധമാണ്. പാർട്ടിയുടെ അടിത്തട്ടിലുള്ള ഓരോ അനുഭാവി മുതൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വരെ ഈ പോരാട്ടത്തിൽ സജീവമായി രംഗത്ത് വന്നു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോപികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം അജ്മൽ, ജില്ലാ പ്രസിഡന്റ് അസ്ലം ഷാജഹാൻ, സെക്രട്ടറി S. വിഷ്ണു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ നന്ദു, അഭിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നിസ്കാര ചടങ്ങുകൾ നടന്നു. കൊല്ലം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിസ്കാര ചടങ്ങുകൾ നടത്തി. KLM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം ബീച്ചിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. നിരവധി വിശ്വാസികൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സുലാഹി വലിയ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. മത, ജാതി, ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യരെ ഹൃദയങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കുന്ന മഹത്തായ സന്ദേശമാണ് ഈദ് മുന്നോട്ട് വെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അനാഥരെയും അശരണരെയും ചേർത്തുപിടിച്ച സഹജീവികളോടുള്ള കരുതലും ഉത്തരവാദിത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഈ ആഘോഷം സമൂഹത്തിൽ പ്രത്യാശയുടെ പുതിയ വെളിച്ചമാകട്ടെ എന്നും അദ്ദേഹം വലിയ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും ജീവിതത്തിൽ ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഈ പ്രത്യേകതകൾ ഉണ്ടാകുവാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദർശ പിതാവായി തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ കാരണം? എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ഖലീലുള്ളാഹി തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ കാരണം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരം ഖുർആൻ ഒരൊറ്റ വാചകത്തിലാണ് പറയുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ത്യാഗോജ്ജലമായ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വിജയത്തിലേക്കെത്താൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകൈക നായകനായ, ആകാശഭൂമികളുടെ സംരക്ഷകനായ, അഖില ചരാചരങ്ങളുടെ സംരക്ഷകനായ, അഖിലാണ്ട മണ്ഡലങ്ങളെ മുഴുവൻ അണിയിച്ചൊരുക്കിയ, കോടാനുകോടി സൃഷ്ടിജാലങ്ങളുടെ സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുന്നിൽ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നുവെന്ന പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ലോകത്തെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും വിജയിച്ച മനുഷ്യനായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താനുണ്ടായ കാരണം. ഇബ്രാഹിം നബിയുടെ ത്യാഗസന്നദ്ധതയുടെ സ്മരണയായാണ് വിശ്വാസികൾ വലിയ പെരുന്നാൾ ആചരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ വിവിധ പള്ളികളിലും സമൂഹ കേന്ദ്രങ്ങളിലും ഈദ്ഗാഹുകളിലും വലിയ പെരുന്നാൾ നമസ്കാരം നടന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടതുഭരണം തകർത്തെറിഞ്ഞ കേരളത്തെ തിരിച്ചുപിടിക്കാനും നഷ്ടപ്പെട്ട ജനക്ഷേമവും വിശ്വാസ്യതയും തിരികെ പിടിക്കാനും കഴിയുന്ന ഭരണമാണ് VD സതീശൻ സർക്കാരിൻ്റെതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് MP. കൊല്ലം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്കും MLA മാർക്കും
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ടൗൺ ഹാളിലായിരുന്നു പരിപാടി. കൊല്ലം ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്കും MLA-മാർക്കുമാണ് DCCയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ സ്വീകരണം നൽകിയത്. കൊടിക്കുന്ന് സുരേഷ് MP സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടതുഭരണം തകർത്തെറിഞ്ഞ കേരളത്തെ തിരിച്ചുപിടിക്കാനും നഷ്ടപ്പെട്ട ജനക്ഷേമവും വിശ്വാസ്യതയും തിരികെ പിടിക്കാനും കഴിയുന്ന ഭരണമാണ് VD സതീശൻ സർക്കാരിന്റേതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെ ഈ വിജയത്തിന്റെ ശില്പികളിൽ പ്രവർത്തകരുണ്ട്, അതോടൊപ്പം നേതാക്കളുണ്ട്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ വിജയം സാധാരണ പറയാറുണ്ട്, കൊല്ലം ജില്ല വിജയിച്ചാൽ കേരളം വിജയിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. കൊല്ലം ജില്ലയിൽ UDF മുന്നേറ്റമുണ്ടാക്കിയാൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന് സാധാരണ ഒരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഒരു സംസാരമുണ്ട്. അത് പലപ്പോഴും ശരിയായിരുന്നു. ഇത്തവണയും നമ്മുടെ വിജയത്തിൽ തിളക്കമാർന്ന സംഭാവന നൽകുവാൻ ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്കും നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ടെന്നായിരുന്നു സംശയമില്ല. UDFിലെ ചെയർമാൻ ശ്രീ KC രാജൻ, അദ്ദേഹം നേരത്തെ DC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇത്തരമൊരു വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇപ്പോൾ അദ്ദേഹം UDFിന്റെ ചെയർമാനാണ്. ശ്രീ രാജേന്ദ്ര പ്രസാദ് സാറ്, അദ്ദേഹം DC പ്രസിഡന്റാണ്. ഇവർ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പലതരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ, ഇവർ രണ്ടുപേരും UDFിന്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായി ഇവർ രണ്ടുപേരും വന്നപ്പോൾ പരസ്പരം അവർ സഹകരിച്ചും പരസ്പരം വിശ്വാസത്തിലൂടെ ഈ പാർട്ടിയെ കൊല്ലം ജില്ലയിൽ നയിച്ചതിന്റെ റിസൾട്ടാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ PC വിശ്വനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ, MLA-മാരായ CR മഹേഷ്, MM നസീർ, ജ്യോതികുമാർ ചാമക്കാല, ഉല്ലാസ് കോബൂർ, വിഷ്ണു മോഹൻ എന്നിവർ പങ്കെടുത്തു. NK പ്രേമചന്ദ്രൻ MP, മേയർ AK ഹഫീസ്, കോൺഗ്രസ് നേതാക്കളായ KC രാജൻ, A ഷാനവാസ്, സൂരജ് രവി, K ബേബിസൺ, ബിന്ദുസ് ഖാൻ, P ജർമിയാസ്, സൂരജ്, LKC ദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിരന്തരമായി വവ്വാലുകൾ ചത്തുവീഴുന്നു. ആശങ്കയിലായി പുനലൂർ പവർ ഹൗസ് വാർഡ്. നിരന്തരമായി വവ്വാലുകൾ ചത്തുവീഴുന്നതിനെ തുടർന്ന് ആശങ്കയിലായിരിക്കുകയാണ് പുനലൂർ നഗരസഭാ പ്രദേശത്തെ പവർ ഹൗസ് വാർഡ്. പവർ ഹൗസ് റോഡിന് സമീപം കൃഷ്ണവിലാസത്തിൽ അഡ്വക്കേറ്റ് രവീന്ദ്രൻ നായരുടെ വീടിന് ചേർന്നാണ് നിരന്തരമായി വവ്വാലുകൾ താഴെ വീഴുകയും പിന്നീട് ചത്തുപോവുകയും ചെയ്യുന്നത്. 3 ആഴ്ച മുമ്പ് ഒരു വവ്വാല് ചത്തു. പക്ഷെ അതിന്റെ സ്മെല്ലടിച്ച് കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ കണ്ട് പടിഞ്ഞാറ് വശത്തൊരു വവ്വാല് ചത്ത് കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം മെനഞ്ഞാന്ന് അതും ഇതുപോലെ പടിഞ്ഞാറ് വശത്ത് ഇപ്പുറത്തോട്ട് മാറി ചത്ത് കിടന്നു. ഇന്ന് രാവിലെ അത് അവശ്യ നിലയിലാണ്, ചത്തിട്ടില്ല, പക്ഷേ അതിങ്ങനെ അവശ്യ നിലയിൽ വന്ന് കിടപ്പുണ്ട്. ഇതിന് മുമ്പ് ഒരിക്കലും അങ്ങനെ വവ്വാലൊന്നും ഇവിടെ ചത്ത് വീഴുന്നൊരു അനുഭവം ഇല്ലാഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ അടുപ്പിച്ചിങ്ങനെ വന്നതുകൊണ്ടാണ്. ഞാനിതിപ്പോൾ വെറ്റിനറി ഡോക്ടറെയും കണ്ടായിരുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാം, അല്ലാതെ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അറിയിക്കാൻ പറഞ്ഞ് നമ്പറൊക്കെ തന്നു. 3ാമത് ദിവസമാണ് ഇപ്പോൾ വവ്വാലുകളെ അവശ നിലയിൽ താഴെ വീണതായി ഇവിടെ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വീട്ടുകാർ വാർഡ് കൗൺസിലർ G ജയപ്രകാശിനെ വിവരമറിയിച്ചു. തുടർന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാലും വാർഡ് കൗൺസിലർ G ജയപ്രകാശും ചേർന്ന് വെറ്റിനറി വകുപ്പുമായും ആരോഗ്യവകുപ്പുമായും ബന്ധപ്പെട്ടു. വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ജില്ലാ സർവൈലൻസ് ഓഫീസറെ വിവരം ധരിപ്പിക്കുകയും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തു. റാബിസ്, നിപ്പ വൈറസുകൾ വലിയ തോതിൽ വ്യാപിക്കുന്നതിന് വവ്വാലുകൾ കാരണമാകുന്ന സാഹചര്യത്തിലും അകാരണമായി അവശനിലയിൽ കാണപ്പെടുന്ന വവ്വാലുകൾ പ്രദേശത്തെ ആരോഗ്യമേഖലയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഗൗരവമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ആരോഗ്യവകുപ്പ്, വെറ്റിനറി വകുപ്പ്, വനം വകുപ്പ്, ജില്ലാ സർവൈലൻസ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം അടുത്ത ദിവസങ്ങളിൽ പ്രദേശങ്ങളിൽ വിശദമായ പരിശോധന നടത്താൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതോടുകൂടി ആശങ്കയ്ക്ക് അറുതി ഉണ്ടാകുമെന്ന് വാർഡ് കൗൺസിലർ G ജയപ്രകാശ് അറിയിച്ചു. വീണ്ടും ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് വീട്ടുകാർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായി. കൗൺസിലർ എന്നുള്ള നിലയിൽ എന്നെ അറിയിച്ചു, ബന്ധപ്പെട്ട അധികാരികളെല്ലാം നമ്മളത് അറിയിച്ചത്. ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ എങ്ങനെയാണ്, ഇതാണ് ഇപ്പോൾ ആളുകൾക്ക് ആശങ്ക പലതാണ്. ഇത് റാബിസ് ആണോ നിപ്പയാണോ, അങ്ങനെ പല ആശങ്കകൾ ആളുകൾക്കുണ്ട്. ഈ ആശങ്കയ്ക്കൊക്കെ അറുതി വരണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വീഴുന്നത് എന്ന് മനസ്സിലാക്കാനും ഇതിനൊരു പഠനം നടത്താനും ഒക്കെ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കറ്റാനത്ത് വൻ തീപിടുത്തം. വ്യാപാര സമുച്ചയവും ജിമ്മും കത്തിനശിച്ചു. കടകളിലേക്കും വീടുകളിലേക്കും തീ പടർന്നു. 4 ഇടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സ്കൂളിന്റെ മതിൽ തകർന്നു വീണു.
അച്ചൻകോവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലാണ് തകർന്നു വീണത്. ശക്തമായ മഴയിലാണ് മതിൽ തകർന്നത്. കൗമാരക്കാരന് മദ്യം നൽകി പീഡനം. യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ ഇടയം സ്വദേശി മണികണ്ഠനാണ് പിടിയിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നിസ്കാര ചടങ്ങുകൾ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.